മച്ചാന്മാര അൾട്ടിസ് 2017 മോഡല്. അതിൻ്റെ സ്റ്റാറിങ് മാറ്റണം. അതായത് ഇത് ബേസ് മോഡൽ വണ്ടിയാണ്. ഇതിനകത്ത് എയർ ബാഗ് ഉണ്ട്. പക്ഷെ നമ്മളത് മാറ്റിയിട്ട് സ്റ്റാറിങ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റാറിങ് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ അതിൻ്റെ എയർ ബാഗും കാര്യങ്ങളൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ വേറെ സ്ട്രിപ്പും അയച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിപ്പോൾ പുതിയത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ പാർട്ടി കൊണ്ടുവന്നുള്ള സ്റ്റാറിങ് എയർ ബാഗ് പൊട്ടിയതാണ്. ഇവർ കൊണ്ടുവന്നാണ്, നമ്മൾ കൊടുത്തതല്ല. അപ്പോൾ ഇതിപ്പോൾ ക്രൂയിസ് കൺട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ സാധനമാണ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ പഴയത്, അതായത് വണ്ടിൻ്റെ കമ്പനി സാധനം അയച്ചെടുത്ത് എയർ ബാഗ് നമ്മൾ ഇതിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇതിമുള്ള എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അതിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആദ്യം ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, കമ്പനി സ്റ്റാറിങ്ങിൽ നിന്ന് എയർ ബാഗ് നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്ത്, ഇതാണ് എയർ ബാഗ് വരുന്നത്. ഇത് പൊട്ടാത്ത ഫ്രഷ് പീസാണ് നിലവിലുള്ളത്. ഇത് നമ്മൾ ഈ സ്റ്റാറിങ് കൺട്രോളുള്ള പൊട്ടിയുള്ള എയർ ബാഗിൻ്റെ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് ടാസ്ക്കാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം സംഗതി മാറ്റി വെക്കുമ്പോൾ. അപ്പോൾ നോക്കി ചെയ്താൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മളിതാ പഴയതും പുതിയതും കണ്ടു. ഇപ്പോൾ നമ്മളിതാ രണ്ടാമത് സ്റ്റാറിങ് കൺട്രോൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല, ആകെ ഹോണ്ട കണക്ഷൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കണക്ഷൻസും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. വിത്ത് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യണമെങ്കിൽ ഈ സിമ്മും കാര്യങ്ങളൊക്കെ മാറ്റിയാൽ മതി, പ്രശ്നങ്ങളില്ല. ഇതിനകത്ത് പിന്നെ വോളിയം, നെക്സ്റ്റ് ഫോണ്, മോഡ്, എല്ലാ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്ലസ് ഇതിൻ്റെ എയർബാഗും കണക്ഷനും കാര്യസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ചെയ്യാൻ പോണത് സ്റ്റാറിങ് കൺട്രോളും മാത്രമാണ് ചെയ്യാൻ പോണത്. ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ഇതേപോലെ വലിയൊരു കപ്ലറാണ് വരിക. അതിനകത്താണ് എല്ലാ കണക്ഷൻസും വരുന്നത്. ഈവൻ ഹോണ്ട കണക്ഷൻ അടക്കം ഇതിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ താഴെ 4 കണക്ഷൻസാണ് നിലവിൽ അഡീഷണൽ ആയിട്ട് ഇടാനുള്ളത്. 1 എർത്ത്, 2 സ്റ്റാറിങ് കൺട്രോളിൻ്റെ കണക്ഷന്, ഒരു പാർക്കിൻ്റെ ലൈന്. പാർക്ക് മസ്റ്റായിട്ട് കൊടുക്കണം. മറ്റേ രാത്രി സമയത്തൊക്കെ നമുക്ക് ഇരുട്ടായിട്ട് അതിന് ബട്ടൺ ചിലപ്പം കണ്ടില്ല എന്നൊക്കെ വരും. അപ്പോൾ ആ കപ്ലറിലേക്ക് സ്ലീവ് ചെയ്യൊന്നും വേണ്ട, അതിനകത്തേക്ക് ആഡ് ചെയ്ത് പിൻ ചെയ്ത് കണ്ട് കൊടുത്താൽ മതി. ഈ കമ്പനി പോണ വയറിങ്ങിനകത്തേക്ക് കൂടെ ടാപ്പ് അടിച്ചും സെറ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ മതി. വളരെ സിമ്പിളാണ്. ഞാൻ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ മേലുള്ള അതേപോലെ ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും വിഷയങ്ങളില്ല. അപ്പോൾ ഞാനിതാ 4 കണക്ഷൻസ് ഇട്ടിട്ടുണ്ട്. 4 കണക്ഷൻസ് ഞാൻ ഇട്ടു. ഇനിയിപ്പോൾ ഞാൻ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞുള്ള അവസ്ഥയാണിത്. അതായത് പാർക്ക് ലൈന്, എർത്ത് ലൈന്, 2 സ്റ്റാറിങ്ങിൻ്റെ ലൈന്. വളരെ സിമ്പിളാണ്. നമ്മൾ സ്റ്റാറിങ് കൺട്രോളിൽ അതേ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് കണക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഫുള്ള് പെയർ ചെയ്തു, ആൻഡ്രോയിഡ് സെറ്റിലേക്ക് പെയർ ചെയ്തിട്ടുണ്ട്. സ്റ്റാറിങ് കൺട്രോള്, വോളിയം, നെക്സ്റ്റ് ബട്ടണ്, മോഡ്, എല്ലാ സംഭവവും ഇതിനകത്തേക്ക് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് വർക്കിങ്ങും കാര്യങ്ങളുമാണ്. വളരെ സിമ്പിളാണ്. കണക്ഷൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ആലോചിച്ച് സമയമെടുത്ത് ചെയ്താൽ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അഡീഷണൽ വെക്കുന്ന സ്റ്റാറിങ് കൺട്രോളിൻ്റെ കണക്ഷൻ അതേപോലെ മൾട്ടിമീറ്റർ വഴി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ സിമ്പിളാണ് വർക്ക്. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ഫുള്ള് ഫിനിഷ് ചെയ്ത് എയർബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് നമ്മളെ ലിങ്ക് കയറി സെർച്ച് ചെയ്യുക, കാണുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.